അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫ് തുടരുകയാണ്. ഇന്ന് 68 മുതൽ 76 വരെയുള്ള ആയത്തുകളുടെ അർത്ഥം നമുക്ക് പഠിക്കാം. അതിന്റെ മുമ്പായിട്ട് അതിന്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. الذين آمنوا بآياتنا وكانوا مسلمين. ادخلوا الجنة أنتم وأزواجكم تحبرون. يطاف عليهم بصحاف من ذهب وأكواب. وفيها ما تشتهيه الأنفس وتلذ الأعين. وأنتم فيها خالدون. وتلك الجنة التي أورثتموها بما كنتم تعملون. لكم فيها فاكهة كثيرة منها تأكلون. إن المجرمين في عذاب جهنم خالدون. لا يفتر عنهم وهم فيه مبلسون. وما ظلمناهم ولكن كانوا هم الظالمين. ونادوا يا مالك ليقض علينا ربك. قال إنكم ماكثون. 67-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ പരലോകത്ത് ഖിയാമത്ത് നാളില് അന്ന് അവിടെ ഈ ദുനിയാവിലുണ്ടായിരുന്ന ചങ്ങാതിമാരൊക്കെ കൂട്ടുകാരൊക്കെ പരസ്പരം ശത്രുക്കളായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചു.
അതിൽ നിന്ന് ആ ശത്രുത ഇല്ലാതെയാവുക മുത്തഖികളായ വിശ്വാസികൾ മാത്രമായിരിക്കും എന്നാണ് 67-ാമത്തെ ആയത്തിൽ ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് ആ മുത്തഖികളെ സംബന്ധിച്ച് തന്നെയാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. ഇനി ഏതാനും ആയത്തുകൾ ആ മുത്തഖികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ചും മുജിരിമുകൾ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന ചില ശിക്ഷകളെ സംബന്ധിച്ചുമുള്ള ചില ഭാഗങ്ങളാണ് ഇനിയുള്ള ഏതാനും ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു പറയാണ് 68-ാമത്തെ ആയത്ത്, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. യാ ഇബാദി, എൻ്റെ അടിമകളെ. യാ ഇബാദി എന്നാണ്, പക്ഷെ ആ നീട്ടലിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. യാ ഇബാദി, എൻ്റെ അടിമകളെ. ലാ ഖൗഫുൻ, നിങ്ങൾക്ക് ഭയമില്ല. അലൈക്കും, നിങ്ങൾക്ക്. ഖൗഫ് ഭയം. ലാ ഇല്ല, ലാ ഖൗഫുൻ ഭയമില്ല. അലൈക്കും നിങ്ങൾക്ക്. അൽയൗമ ഇന്ന്, പരലോകത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ന് ഈ പരലോകത്ത് നിങ്ങൾക്കിനി യാതൊരു ഭയവുമില്ല. വലാ അന്തും നിങ്ങളല്ല, തഹ്സനൂൻ ദുഃഖിക്കുന്നവരുമല്ല, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടവരുമല്ല. ഇതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആയത്തില് മുത്തഖികളെ അള്ളാഹു വിളിക്കുക. ഈ വിളിയില് 4 സന്തോഷമാണ് അള്ളാഹു വിശ്വാസികൾക്ക് പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നൽകുന്നത്. അതിൽ ഒന്ന്, ആ സത്യവിശ്വാസികളെ അള്ളാഹു ഒരു ഇടയാളനില്ലാതെ, യാതൊരു മറയുമില്ലാതെ നേരിട്ട് വിളിക്കുക. യാ ഇബാദി, എൻ്റെ അടിമകളെ. അള്ളാഹു നേരിട്ടുള്ള വിളിയാണ്. അള്ളാഹുവിൻ്റെ ആ നേരിട്ടുള്ള വിളി ലഭിക്കുക എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു ഒന്നത്. രണ്ടാമത്തത് ഇബാദി, എൻ്റെ അടിമകളെ എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിച്ച ആ കാര്യം അള്ളാഹു അംഗീകരിച്ച് അതിൻ്റെ ഒരു സാക്ഷ്യവും കൂടിയാണ് പരലോകത്ത് അള്ളാഹു പറയുന്നത്. 2 കാര്യമായി. മൂന്നാമത്തെ സന്തോഷത്തിൻ്റെ ഒരു കാര്യം, ലാ ഖൗഫുൻ അലൈക്കുന്ന, നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഭയമില്ല. ദുനിയാവിൽ ഒരു പക്ഷെ പല ഭയങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് യാതൊരു ഭയവുമില്ല എന്ന സന്തോഷം മൂന്നാമത്തെ കാര്യം. 4-ാമത് അള്ളാഹു പറയുന്നത് വലാ അന്തും തഹ്സനൂൻ, നിങ്ങളൊട്ട് ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പൊ ഇങ്ങനെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ 4 സന്തോഷങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ്. അതായത് ഒന്ന്, അള്ളാഹു യാതൊരു മധ്യസ്ഥതയും ഇല്ലാതെ, യാതൊരു ഇടയാളനും ഇല്ലാതെ നേരിട്ട് വിളിക്കുന്നു. രണ്ടാമത്തത്, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചവരാണ് ഇവർ ദുനിയാവിലി എന്നുള്ള സാക്ഷ്യം അള്ളാഹു തന്നെ അവിടെ വിളിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. മൂന്നാമത്തത്, നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഭയമില്ല എന്നും, 4-മത്തത് നിങ്ങൾക്ക് ഇനി ദുഃഖിക്കേണ്ടി വരികയില്ല എന്നുള്ള കാര്യവും നൽകുന്നു. വല്ലാത്തൊരു സാക്ഷ്യപത്രമാണ് അള്ളാഹു നൽകുന്നത്. തുടർന്നുള്ള പറയാണ്, ഇതൊക്കെ കിട്ടുന്നത് ആർക്കാണ്? ഈ സന്തോഷത്തിനൊക്കെ വകയുള്ളവരാരാ? അതാണ് 69-ാമത്തെ ആയത്തിൽ പറയുന്നത്. അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ. അല്ലദീന, ഒരു കൂട്ടരാണ് അവർ, ഒരു വിഭാഗക്കാരാണ്. ഇങ്ങനത്തെവർക്ക് ഈ മേലെ പറഞ്ഞത് കിട്ടുള്ളൂ എന്നർത്ഥം. എങ്ങനത്തെവരവര്? ആമനു, അവർ വിശ്വാസം സ്വീകരിച്ചവരാണ്, സത്യവിശ്വാസികളാണ്. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, നമ്മുടെ ആയത്തുകളിൽ, നമ്മുടെ വചനങ്ങളിൽ. ആയത്തിന് അങ്ങനെയൊക്കെ അർത്ഥം പറയാം. ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, ഖുർആനിന്റെ വചനങ്ങൾ, അവയൊക്കെ ആയത്തന്നെയാണ്. ഖുർആനിന്റെ ഓരോ ആയത്തും ഓരോ ദൃഷ്ടാന്തമാണ്. അപ്പൊ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ചവരാണ് അവർ. വകാനൂ മുസ്ലിമീൻ, അവര് സത്യവിശ്വാസികൾ അല്ല, അവർ മുസ്ലിങ്ങളുമായിരുന്നു എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ചവരായിരുന്നു ഇവർ. അപ്പൊ ഇങ്ങനെയുള്ളവർക്കാണ് ഈ പരലോക ജീവിതത്തില് മുകളിൽ പറഞ്ഞ പോലെയുള്ള സന്തോഷത്തിന് അവസരം ലഭിക്കുന്നത്. വിശ്വാസമുണ്ടായിരിക്കണം, അത് വളരെ വ്യക്തമായി കറകളഞ്ഞ വിശ്വാസമായിരിക്കണം, അള്ളാഹുവിന്റെ ആയത്തുകളിലുള്ള വിശ്വാസമായിരിക്കണം. ഒപ്പം ഇതൊക്കെ വിശ്വസിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിന് മുസ്ലിം ആകണം, അതായത് കീഴ്പ്പെട്ടവരാവണം. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിന് സമർപ്പിച്ച് ജീവിതം മുഴുവനും അള്ളാഹുവിന് സമർപ്പിച്ചവൻ, അതാണ് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം. ജീവിതം മുഴുവനും അള്ളാഹുവിന് സമർപ്പിച്ചവൻ. അതാണല്ലോ ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. എൻ്റെ നമസ്കാരം, എൻ്റെ ആരാധനാകർമ്മങ്ങൾ, എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം സർവ്വവും അള്ളാഹുവിനുള്ളതാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്നാ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതെ, ആ രൂപത്തിൽ സർവ്വവും ജീവിതം മുഴുവനും അള്ളാഹുവിന് സമർപ്പിച്ചവരായി അങ്ങനെ ജീവിച്ചവർക്ക് ആണ് ഈ സന്തോഷ വാർത്തയൊക്കെ ലഭിക്കുക. അവരോട് പറയുകയാണ് പരലോകത്ത് വെച്ച് 70-ാം ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അൽ ജന്നത്ത, സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അന്തും, നിങ്ങളും
വ അസ്വാജുക്കും നിങ്ങളുടെ ഇണകളും, അസ്വാജ് സൗജ് ഇണ, അസ്വാജ് ഇണകൾ, കും നിങ്ങൾ, വ അസ്വാജുക്കും നിങ്ങളുടെ ഇണകളും, അതുപോലെ തന്നെ അന്തും നിങ്ങളും എന്ത് ചെയ്തുള്ള, ഉദ്ഖുലുൽ ജന്നത്ത സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, തുഹ്ബറൂൻ സന്തോഷഭരിതരായിക്കൊണ്ട്, തുഹ്ബറൂൻ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടെ, അല്ലെങ്കിൽ സന്തോഷം എന്താ ധാരാളമായി സന്തോഷിച്ചുകൊണ്ട്, സന്തോഷഭരിതരായിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു ആ സത്യവിശ്വാസികളോട്, മുസ്ലിമായവരോട് അല്ലെങ്കിൽ മുത്തഖികളോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് മേലെ. അവർ മുത്തഖികളാണ്, അതുപോലെ അവർ മുസ്ലിമാണ്. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്ത അതാണ്, നിങ്ങളും നിങ്ങളുടെ ഇണകളും ഒന്നിച്ച് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, അതും വളരെ സന്തോഷത്തോടുകൂടെ പ്രവേശിച്ചു കൊള്ളുക. ഒരു വിശദീകരണം ആവശ്യമല്ല, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇനിയുള്ള ആയത്തുകളൊക്കെ അങ്ങനെയാണ്, യാതൊരു വിശദീകരണത്തിന്റെ ആവശ്യമല്ല, നേർക്ക് നേരെ അള്ളാഹു കാര്യങ്ങൾ പറയുകയാണ്. തുടർന്ന് അള്ളാഹു പറയാണ് 71 ആയത്തിൽ, 71 ആയത്ത്, യുത്വാഫു അലൈഹിം ബിസ്വിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ് വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. യുത്വാഫു അവരുടെ ചുറ്റും കൊണ്ടു നടക്കപ്പെടും. യുത്താഫ് പറഞ്ഞാൽ ചുറ്റപ്പെടും എന്നാണ് വാക്കിന്റെ അർത്ഥം. തവാഫ് ചുറ്റല്, യുത്താഫു ചുറ്റപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുഭാഗത്തും മറ്റാരൊക്കെയോ കൊണ്ടു നടക്കും. അത് നല്ല മുത്തുമണികളെ പോലെയുള്ള മക്കള്, അല്ലെങ്കിൽ കുട്ടികള്, അല്ലെങ്കിൽ ആ സ്വർഗത്തിലുള്ള മറ്റ് ആൾക്കാർ, അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി പരിചാരകരായിട്ട് നിശ്ചയിച്ചിട്ടുള്ളവർ, അവരൊക്കെ ആവാം. അപ്പൊ ഇവരുടെ ചുറ്റും കൊണ്ടു നടക്കപ്പെടും. യുത്താഫു ചുറ്റപ്പെടും, അലൈഹിം അവരുടെ ചുറ്റും. അപ്പൊ അവരുടെ ചുറ്റും ഇങ്ങനെ കൊണ്ടു നടക്കപ്പെടും. ബിസ്ഹാഫിൻ തളികകളും, മിൻ ദഹബിൻ സ്വർണം കൊണ്ടുള്ള തളിക. തളിക പറഞ്ഞാൽ കുറെ തളിക ഇങ്ങനെ കൊണ്ടു നടക്കല്ല, അത് ഒരു സൂചനയാണെന്നാ. തളിക എന്ന് പറയുമ്പോൾ അതിൽ ഭക്ഷണ പദാർത്ഥങ്ങളുമായി, സ്വർണത്തളികയിൽ ഭക്ഷണവുമായിട്ട് അവരുടെ ചുറ്റും നടക്കും സ്വർഗത്തിലെ അള്ളാഹു സൃഷ്ടിച്ച പരിചാരികമാരും. വ അഖ്വാബിൻ അതുപോലെ തന്നെ പാനപാത്രങ്ങളുമായി, കപ്പ് എന്നാണ് അഖ്വാബിന്റെ അർത്ഥം. കൂബ് ഇതിന്റെ ബഹുവചന അഖ്വാബ്. കപ്പുകൾ അഥവാ പാനപാത്രങ്ങളുമായും അവരുടെ ചുറ്റും കൊണ്ടു നടക്കപ്പെടും. അത് സൂചിപ്പിക്കുന്നത് പാനീയം. അപ്പൊ ഭക്ഷണങ്ങളും പാനീയങ്ങളുമായി അവരുടെ ചുറ്റുഭാഗത്തുകൂടെയും കൊണ്ടു നടക്കപ്പെടും. വഫീഹ അവിടെ ആ സ്വർഗത്തിൽ അതിൽ ഉണ്ടായിരിക്കും, മാ തസ്തഹി ആഗ്രഹിക്കുന്നതെല്ലാം, കൊതിക്കുന്നതെല്ലാം. ഇസ്തഹ എന്ന് പറഞ്ഞാൽ കൊതിച്ചു, തസ്തഹി കൊതിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. ഹി എന്തൊക്കെ കൊതിക്കുന്നുവോ അതല്ല, മാ തസ്തഹി ഹി കൊതിക്കുന്നതെല്ലാം അതിലുണ്ടായിരിക്കും. അൽ അംഫുസു മനസ്സ് കൊതിക്കുന്നതെല്ലാം. അംഫുസ് മനസ്സ്, ശരീരം എന്നും അർത്ഥമുണ്ട്, ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സാണ്. മനസ്സ് കൊതിക്കുന്നത്, കൊതി മനസ്സിലാണല്ലോ വരല്, ശരീരത്തിലല്ലല്ലോ മനസ്സ് കൊതി ഉണ്ടാവല്. അതെ, അപ്പോ നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. വ തലദ്ദുൽ അഅ്യുനു കണ്ണുകൾക്ക് ആനന്ദം പകരുന്നതും. തലദ്ദു എന്ന് പറഞ്ഞാൽ ലദ്ദത്ത് നൽകുക, സുഖം നൽകുക, അല്ലെങ്കിൽ ആനന്ദം നൽകുക. കണ്ണിന്റെ സുഖം ആനന്ദം തന്നെയാണ്. അപ്പൊ തലദ്ദുൽ അഅ്യുന് പറഞ്ഞാൽ കണ്ണുകൾ. അപ്പൊ കണ്ണുകൾക്ക് ആനന്ദം പകരുന്നതും അല്ലെങ്കിൽ സുഖം പകരുന്നതുമായ എല്ലാം അവിടെയുണ്ട്. വ അൻതും നിങ്ങള് ഫീഹ അവിടെ ഖാലിദൂൻ സ്ഥിരവാസികളുമായിരിക്കും. ഖാലിദ് പറഞ്ഞാൽ ശാശ്വതമായി ജീവിക്കുന്നവർ. അവിടെ നിന്ന് പിന്നെ മാറ്റമില്ല, പിന്നെ മരണമില്ലല്ലോ. പിന്നെ മരണമില്ല, അവിടെ നിന്ന് മറ്റൊരു മാറ്റമില്ല. ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അനന്തമായ ജീവിതം. ആ ഖാലിദൂൻ അനന്തമായി അല്ലെങ്കിൽ നിത്യവാസികളായി നിങ്ങൾ അവിടെ ജീവിച്ചു കൊള്ളുക. അങ്ങനെയുള്ളവരാകുന്നു ഈ സത്യവിശ്വാസികൾ. തുടർന്ന് അടുത്ത ആയത്ത്, 72 ആയത്ത്, വതിൽകൽ ജന്നത്തുല്ലതി ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. വതിൽക അത് അല്ലെങ്കിൽ അൽ ജന്നത്തു സ്വർഗം. അപ്പോ ആ സ്വർഗം, വതിൽകൽ ജന്നത്തു ആ സ്വർഗം, അല്ലത്തി എങ്ങനെയുള്ളതാണ് ആ സ്വർഗം, ഊരിസ്തുമൂഹ നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിട്ടുള്ളതാവുന്നു. ഔറസ പറഞ്ഞാൽ അനന്തരമായി നൽകിയ വാക്കിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് അനന്തരമായി ലഭിച്ചിട്ടുള്ളതാകുന്നു ഈ സ്വർഗം. അതെന്താണ് ഈ അനന്തരം? അനന്തരം എന്ന് പറഞ്ഞാൽ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലം എന്ന നിലക്ക് അനന്തരമായി അതിന്റെ പിന്നിലായിട്ട് കിട്ടുന്നു. അപ്പൊ ചെയ്ത നന്മക്ക് അതിന്റെ പിന്നാലെ കിട്ടുന്ന പ്രതിഫലം, അപ്പൊ ആ നിലക്ക് അനന്തരമായി കിട്ടുന്നു എന്ന് നമുക്ക് അർത്ഥം കൽപ്പിക്കാൻ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുഫസ്സിറുകൾ.
അപ്പോ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം എന്ന നിലക്ക് നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിട്ടുള്ളതാവുന്നു ഈ സ്വർഗം. മറ്റൊരർത്ഥവും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലായിരുന്നു. അപ്പോൾ തീർച്ചയായും സത്യവിശ്വാസികൾ ആദമിന്റെ മക്കൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. അപ്പൊ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് അനന്തരമായിട്ട് ലഭിച്ചിട്ടുള്ള ആ സ്വർഗം എന്നർത്ഥത്തിലും പ്രയോഗിക്കാവുന്നതാണ്. അല്ലാഹു അഅലം. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ഫലമായി നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിട്ടുള്ള സ്വർഗമാകുന്നു ഇത്. അന്തും ബിമാ കുന്തും നിങ്ങൾ ആയതുകൊണ്ട് തഅമലൂ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട്, അപ്പൊ സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ സ്വർഗം, ആ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്. തുടർന്ന് ആ സ്വർഗത്തിലെ മറ്റൊരു സൗകര്യവും കൂടെ, മറ്റൊരു അനുഗ്രഹവും കൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്താണ് 73-ാമത്തെ ആയത്തിൽ. ലക്കും ഫീഹാ ഫാകിഹത്തുൻ കസീറത്തുൻ മിൻഹാ തഅകുലൂൻ. ഓർമ്മപ്പെടുത്താണ്. ലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹ അവിടെ, അതായത് പറഞ്ഞ സ്വർഗത്തിൽ, ഫാക്കിഹത്തുൻ പഴങ്ങളുണ്ട് ധാരാളമായിട്ട്. ഫാക്കിഹത്ത് ഫവാക്കിഹ് എന്നൊക്കെ പറഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ, മൊത്തത്തിലുള്ള വർഗത്തെ പറ്റിയാണ്. ആ വർഗത്തെ പറ്റി, അല്ലാതെ ഒരു പ്രത്യേകമായ പഴമല്ല. പഴവർഗ്ഗങ്ങളുണ്ട്, ഇഷ്ടാനുസരണം എല്ലാത്തരം പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് അവിടെയുണ്ട്. കസീറത്തുൻ ധാരാളമായിട്ട്, ആവശ്യത്തിലധികവും നിങ്ങൾക്ക് അവിടെയുണ്ട്. മിൻഹ അതിൽ നിന്ന് തഅകുലൂൻ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കതിൽ നിന്ന് ഭക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യാനുസരണം വ്യത്യസ്ത തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവിടെയുണ്ട്. ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ ഈ പറഞ്ഞ മുത്തഖികൾക്ക് ലഭിക്കുന്ന സുഖസൗകര്യത്തിന്റെ നേരെ മറുവശം, അതായത് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന നരകശിക്ഷയെ സംബന്ധിച്ചാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. 74-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ. ഇന്ന തീർച്ചയായും, അൽ മുജ്രിമീന കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കുറ്റം ചെയ്തതല്ല, ദുനിയാവിലെ ജീവിതത്തിൽ കുറ്റം ചെയ്ത് കുറ്റവാളികളായി മാറിയവർ, അവർ ഫീ അദാബി ശിക്ഷയിലാകുന്നു, ജഹന്നമ ജഹന്നമിന്റെ ശിക്ഷയിൽ അഥവാ നരകത്തിന്റെ ശിക്ഷയിലാകുന്നു അവർ, ഖാലിദൂൻ അവർ അവിടെ നിത്യവാസികളുമായിരിക്കും. അപ്പോ തെറ്റുകൾ ചെയ്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് വിശ്വസിക്കേണ്ടതിൽ വിശ്വസിക്കാതെ ആചരിക്കേണ്ടത് ആചരിക്കാതെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തിയ ആൾക്കാരുണ്ട്. അവരാണ് മഹാഭൂരിഭാഗവും ലോകത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറ്റവാളികൾ അവർ പരലോകത്തെത്തുമ്പോൾ നരകത്തിന്റെ ശിക്ഷയിൽ ശാശ്വതമായി കഴിഞ്ഞു കൂടേണ്ടവരാണ്. തുടർന്നുള്ള പറയാ, ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ. ലാ യുഫത്തറു അവർക്ക് ലഘൂകരിച്ചു കൊടുക്കുകയില്ല, അവർക്കൊരയവ് കൊടുക്കുകയില്ല, കുറച്ചു കൊടുക്കുകയില്ല എന്നർത്ഥം. ലാ യുഫത്തറു ലഘൂകരിക്കുകയില്ല, അൻഹും അവരിൽ നിന്ന് എന്ത് ശിക്ഷ, നരകത്തിന്റെ ശിക്ഷ അവരിൽ നിന്ന് ലഘൂകരിക്കുകയില്ല. വഹും അവർ ഫീഹി അതിൽ, ആ നരകത്തിൽ, മുബിലിസൂൻ ആശയറ്റവരായിരിക്കും. ഇനിയൊരു രക്ഷാമാർഗമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കും. ആ കുറ്റവാളികള് ശാശ്വതമായി നരകത്തില്. എന്നാലോ കുറച്ച് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്നാ ഇനി ഒന്ന് കുറക്കട്ടെ എന്ന് വിചാരിക്കോ, കുറയില്ല. ആ ശിക്ഷ ശാശ്വതമായിട്ട് അവർ അനുഭവിക്കേണ്ടി വരും. ശിക്ഷയിൽ ഒരു കുറവും വരുത്തുകയില്ല, ഒരു ലഘൂകരണവും അവർക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഇനി തങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല എന്ന ബോധ്യം അവർക്ക് വന്ന് അങ്ങനെ അവർ നന്മയിൽ നിന്ന് നിരാശ പൂണ്ടവരായിരിക്കും. അവിടെ കുറ്റവാളികൾ, ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഉള്ളത് എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വമാ ളലംനാഹും വലാകിൻ കാനൂ ഹുമുദ്ദാലിമീൻ. വമാ ളലംന നാം അക്രമം പ്രവർത്തിച്ചിട്ടില്ല, ഹും അവരോട്. അപ്പൊ ഈ കുറ്റവാളികൾ നരകത്തിൽ പോകാൻ അവരോട് നമ്മളെന്തെങ്കിലും ഒരു അതിക്രമം കാണിച്ചിട്ടില്ല, ഒരു അനീതി കാണിച്ചിട്ടില്ല. അവർ ചെയ്തതിന്റെ ഫലം തന്നെയാണ്. വലാക്കിൻ എന്നാൽ കാനു അവർ ആയിരുന്നു, ഹും അവർ തന്നെ, അദ്വാലിമീൻ അക്രമകാരികളായിരുന്നു. അല്ലാതെ നമ്മൾ അവരോട് എന്തെങ്കിലും അക്രമം കാണിച്ചതല്ല. അള്ളാഹു ആരോടും അക്രമം കാണിക്കില്ല, അനീതി കാണിക്കില്ല. നമ്മൾ അവരോട് അനീതി കാണിക്കുകയല്ല അള്ളാഹ് പറയുന്നത്. അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹു പറയുന്നത് നമ്മൾ ആരോടും അക്രമം കാണിക്കില്ല, എന്നാൽ അവർ തന്നെ അവരോട് അക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. എങ്ങനെ? വേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവാചകന്മാരെ അംഗീകരിച്ച് ജീവിക്കാതെ. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ അവരെ കരുതി കൂട്ടിയിട്ട് ഒരു അക്രമം ചെയ്യുകയോ അവർ അനാവശ്യമായി നരകത്തിലിട്ട് ശിക്ഷിക്കുകയോ ഒന്നുമല്ല. അവർ തന്നെ ചോദിച്ചു വാങ്ങിയതാണ്.
അവരുടെ കർമ്മങ്ങളെ കൊണ്ട് അവർ നേടിയെടുത്തതാണ് ഈ നരകം. അതിനി ആരും കുറ്റപ്പെടുത്തണ്ട. നമ്മളൊരു അക്രമവും അല്ലെങ്കിൽ അനീതിയും കാണിക്കുന്നില്ല. ഇതാണ് അള്ളാഹുവിന് പറയാനുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു രണ്ടും വിവരിച്ചു തന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖികൾക്ക്, മുഅ്മിനുകൾ, മുസ്ലിങ്ങളായ മുവഹിദുകളായ സത്യവിശ്വാസികൾക്ക് അള്ളാഹു പരലോകത്ത് വെച്ച് നൽകുന്ന സ്വർഗവും സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളിൽ ചിലതും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് മുകളിലത്തെ ആയത്തിൽ. തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന കുറ്റവാളികൾക്ക് ലഭിക്കുന്ന ശിക്ഷ, നരകത്തിന്റെ ശിക്ഷയെ പറ്റിയാണ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്, രണ്ടുമുണ്ട്. മനുഷ്യർക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. അള്ളാഹു ആരെയും നിർബന്ധിക്കില്ല. രണ്ട് മാർഗവും, സത്യത്തിന്റെ മാർഗവും അസത്യത്തിന്റെ മാർഗവും, നല്ലതേതാണ് തീയതേതാണ്, അത് രണ്ടും അള്ളാഹു വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് ചിന്തിച്ചറിയാനുള്ള ബുദ്ധിയും നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്താനുള്ള വേദഗ്രന്ഥവും അള്ളാഹു നൽകിയിട്ടുണ്ട്. പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ ചര്യയും നമ്മുടെ മുമ്പിലുണ്ട്. അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസിയായി ജീവിക്കണം. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കാണ്. മനുഷ്യർക്കാണ് അതിനുള്ള സ്വാതന്ത്ര്യം. വേണ്ടത് തിരഞ്ഞെടുക്കാം. അപ്പൊ നല്ലത് തിരഞ്ഞെടുത്ത് നന്മ പ്രവർത്തിച്ച് നല്ല പാതയിലൂടെ മുന്നേറാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുക. പിശാചിന്റെ ദുർബോധനങ്ങൾ ഉണ്ടാവും. അത്തരം ദുർബോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. കാര്യങ്ങളൊക്കെയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളിൽ ഉൾപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.